നമ്മുടെ പാമ്പ് വേലാതിന്റെ വീട് തന്നെയല്ലേ ഏട്ടാ? അതെ അതെ അതെ. അല്ല നമ്മൾ അയാളെ കാണാനല്ലേ വന്നത്? അതെ. ഇത് ഉറപ്പന്നെ ഇത് വീട് അതാന്ന്. പാമ്പ് വേലാതിന്റെ വീട് തന്നെ. ഒരു നീർക്കൂലി അങ്ങോട്ട് ഓടിപ്പോന്നുണ്ടോ? കണ്ടു കണ്ടു നേണ്ട പോണ്. അതെ അതെ അതെ. ഓക്കെ ഞാനൊന്ന് കോളിംഗ് ബെൽ അടിച്ചു നോക്കട്ടെ. ഓക്കെ മറിച്ചു നോക്കാം. കോളിംഗ് ബെൽ അടിച്ചപ്പോ മകടെ വന്ന സൗണ്ട്. അപ്പൊ ഉറപ്പാണ്. ദേ വരുന്നു കേട്ടോ. സംസ്കാരം നിങ്ങളെ കാര്യം മനസ്സിലായില്ലല്ലോ. അങ്ങോട്ട് വന്നിട്ട് പറയാം. മാളത്തിലോട്ട് കുത്തിയിരുന്നോ? കുത്തിയിരിക്കാനോ? അത് ശരി. അപ്പൊ ചേട്ടാ ഞങ്ങൾ അങ്ങ് ദൂരദർശനിന്ന് വരികയാണ്. അതെന്ത് സാധനം ചേട്ടാ? ദൂരദർശൻ. വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചേട്ടാ ഞങ്ങൾ ദൂരദർശൻ ചാനലിൽ നിന്ന് ചേട്ടനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. അതെ. ഇന്റർവ്യൂ ചെയ്യുന്ന കൊള്ളാം. ബാമ്പിനെല്ലാം ചെയ്താണ്ടല്ലോ സ്വഭാവം മാറും. അയ്യോ എന്റെ മുന്നേറ്റ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ചേട്ടനോട് ഒരു അഭിമുഖ സംഭാഷണം നടത്താൻ വന്നതാണ്. ചേട്ടന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ഈ പാമ്പുകളുമായിട്ട് അലഞ്ഞു നടന്ന മനുഷ്യനല്ലേ. അപ്പൊ ചേട്ടനെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കി ചാനലിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സിനിമ അപ്പൊ ചേട്ടനെ കുറിച്ച് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പോയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ മേക്കപ്പ് തീർച്ചയായിട്ടും വേണം. ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, അതുകൊണ്ടാണ്. സിനിമയിലൊക്കെ വരുന്നതല്ലേ. പിന്നെ വേണം. പെട്ടെന്ന് ഇത് പറവറ് കുട്ടിക്കൂറ പറവറ്. മനസ്സിലായി. ശരി ഇട്ടോ കറുകറായിരുന്നല്ലേ ഇരിക്കുന്നത്. പത്തിയിലൊക്കെ എത്തി പൗഡർ ഇടാ. സിനിമയിലൊക്കെ വരും. ഈ മാമന്മാരെ കൂടെ അഭിനയിക്കാം. ക്യാമറ ഇരിക്കുന്നുണ്ടാ? ക്യാമറയിലോട്ട് നോക്കല്ലേ, ഔട്ട് ഓഫ് ഫാഷൻ ആയി പോകും. ചേട്ടനല്ലേ പൗഡർ ഇടേ, പാമ്പിന് പൗഡർ ഇട്ട് കൊടുത്താ? എടാ ഈ പാമ്പിന് പൗഡർ ഇടുന്നോണ്ട് ഞാൻ കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകുന്നത്. മനസ്സിലായി? മോനെ ഇനി വന്നേ. അവിടെ പോയി ആ നീർക്കോലിയുടെ കൂടെ പോയി കളിച്ചോ. കണ്ടാ അയൽവക്കത്തൊന്നും പോവല്ലേ, പറഞ്ഞു മനസ്സിലായ? അവിടെ പോയി കളിച്ചോ. അപ്പൊ ചേട്ടനോട് ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോയി. അപ്പൊ ചേട്ടന്റെ യഥാർത്ഥ പേരെന്താണ്? എന്റെ യഥാർത്ഥ പേര് നാണപ്പൻ എന്നാണ്. പിന്നെ ഞാൻ ഈ പാമ്പുകളായിട്ടൊക്കെ ഇങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് ആൾക്കാർ എന്നെ പാമ്പ് നാണപ്പൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ചേട്ടന് കല്യാണമൊക്കെ കഴിച്ചാണ്? പിന്നെ ഞാൻ ഈ പാമ്പുമായിട്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഒരു കല്യാണമൊക്കെ കഴിച്ചു. അപ്പൊ ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ? ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നാണ്. പിന്നെ എന്റെ കൂടെ കൂടിയതിനു ശേഷം അവളെ ഞാൻ അണലി കുഞ്ഞമ്മ എന്നാണ് വിളിക്കാറ്. ഏയ് 2-3 പ്രാവശ്യം ചീറ്റും. അപ്പൊ ചേട്ടാ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതന്നെ അവിടെ മൈൻഡ് ചെയ്ത പ്രശ്നമാണെന്ന്. അവള് പെരുമ്പാമ്പാണ്, കഴുത്തിലൊക്കെ കയറി ചുറ്റി കൊന്നുകളയും. അതുകൊണ്ടാണ്. അപ്പൊ ചേട്ടാ കല്യാണമൊക്കെ കഴിച്ചാന്ന് പറഞ്ഞല്ലോ. ഈ വിവാഹ ബന്ധത്തിൽ മക്കൾ എത്ര പേരുണ്ട്? പിന്നെ 3 മക്കളുണ്ട്. 3 പേര്? രണ്ട് ആണും ഒരു പെണ്ണും. 2 ആണും 1 പെണ്ണും. ഓക്കെ. ഈ ആൺമക്കൾ എന്ന് പറയുമ്പോഴത്തേന് അവർ ചേട്ടനെ ഈ പാമ്പിന്റെ പരിപാടിയിലൊക്കെ സഹായിച്ച് ഇവിടെയൊക്കെ തന്നെ കാണുമല്ലേ? പിന്നെ അവർക്ക് ഈ പാമ്പിന്റെ പരിപാടി നോക്കേണ്ട കാര്യമില്ല. പിന്നെ അവർക്കൊക്കെ നല്ല നല്ല ജോലിയുണ്ട്. മൂത്തവന് നല്ല ജോലിയാണ്. എന്ത് ജോലിയാണ് ചേട്ടാ? അവൻ ഈ മണ്ണാർശാലയിൽ ഈ പാമ്പിന് 100 പാലും കൊടുപ്പാണ് അവന്റെ ജോലി. പാമ്പിന് പാലും കൊടുക്കും, 100 അവനും എടുത്തടിക്കും എന്നാണ് പറയുന്നത്. ചെലവൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചേട്ടൻ രണ്ടാമത്തെ മകൻ എന്ത് ജോലിയാന്ന് പറഞ്ഞില്ല? രണ്ടാമത്തെ മകനാ. അവന് ഇതിന്റെ പുറകെ കിടക്കേണ്ട യാതൊരു കാര്യമില്ല. അവൻ ഭയങ്കര ബിസിനസ്സാണ്. എക്സ്പോർട്ടിംഗ് ഒക്കെയാണ്. എക്സ്പോർട്ടിംഗ് അല്ല, എന്ത് ബിസിനസ് ആണെന്ന് പറഞ്ഞില്ല. എന്ത് ബിസിനസ് എന്ന് ചോദിച്ചാൽ ഈ ഇടയ്ക്ക് കണ്ണൂർ വരെ പോയായിരുന്നു. ഈ പറശ്ശിനി കടവില് ഈ ചത്തുപോയ പാമ്പുകളൊക്കെ ഉണ്ടല്ലേ, അതിന്റെ ഈ ഉണങ്ങിയ തൊലിയൊക്കെ പുറകെ എടുത്ത് എക്സ്പോർട്ട് ചെയ്യും. പിന്നെ അവനെ കണ്ടു കിട്ടാൻ പാടാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു പാമ്പ് ചത്തെന്നറിഞ്ഞാലേ അവൻ വരൂ. അപ്പൊ അവനും പാമ്പിന്റെ ഒക്കെ തന്നെ പരിപാടി തന്നെയാണ്. ചേട്ടന്റെ മോളെന്ത് ചെയ്യുന്നു? അവൾ എങ്ങനെയാണെങ്കിലും ഇതിലൊന്നിലും ഇല്ല. ഭയങ്കര മിടിക്കുക അവള്. എന്താണ്? അവൾക്ക് കൂടുതൽ സ്പോർട്സിനോടാണ് താല്പര്യം. അതെ, അവള് ഏറ്റവും കൂടുതൽ കളിയിലാണ് താല്പര്യം. എന്ത് കളിയിലാണ് കൂടുതൽ താല്പര്യം? ഏണിയും പാമ്പും. പിന്നെ അതിനകത്ത് കളിച്ചോണ്ടിരിക്കുകയല്ലേ, ശല്യപ്പെടുത്തി ഇറങ്ങി ഒന്ന് കൊത്തിക്കൊല്ലും. അത് ശരി. എന്റെ കുഞ്ഞേട്ടാ, ചേട്ടൻ ഈ പാമ്പായിട്ട് ഇവിടേക്ക് ചുറ്റുകളും നടക്കാതെ വേറെ പല സ്ഥലങ്ങളിൽ പോയി ജീവിച്ചു പോലെ. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഞാൻ ഈ പാമ്പായിട്ട് ഇവിടെയൊക്കെ തന്നെ കറങ്ങി നടക്കുമെന്നാണ് നിങ്ങളെ വിചാരം? ഞാൻ 24 മണിക്കൂറും വിദേശത്തല്ലേ. ഏതൊക്കെ രാജ്യങ്ങൾ പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങളാ എഴുതിക്കോ. നാഗാലാൻഡ്, നാഗർകോവിൽ, നാഗപട്ടണം, നാഗമഠം, ഇതെല്ലാം ചുറ്റിക്കറങ്ങി ഞാൻ കഴിഞ്ഞ ആഴ്ച എവിടെ എത്തി. ശരി, അത് നാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ ചേട്ടൻ പോയിട്ടുണ്ടോ? പിന്നെ ശരി. അപ്പൊ ചേട്ടൻ ഈ സിനിമയൊക്കെ ചേട്ടൻ കാണാറുണ്ടോ? ഇവിടെ സിനിമ കാണാൻ ആർക്കാ സമയം? അല്ല, ചേട്ടൻ ഈ സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താന്ന് ഞാൻ അറിഞ്ഞാൽ. സിനിമയൊന്നും കാണാൻ ഞാൻ പോകത്തില്ല. പിന്നെ ഈ പാമ്പുകളെയൊക്കെ കളിപ്പിച്ച് ഇക്കിളാക്കിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ചൂടുവെള്ളത്തിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒത്തിരി 100 പാലൊക്കെ കഴിച്ചു വന്നിരിക്കുന്ന സമയത്ത് അല്ലപ്പോഴും ഒന്ന് ടിവിയുടെ മുമ്പ് ചെല്ലും. അതിലുള്ള പരിപാടി സീരിയലാണ് കാണാറുള്ളത്. അതുകൊണ്ട് ചേട്ടൻ എന്ത് സീരിയലാ കാണാറ്? ഞാനാ നാഗമഠത്ത് തമ്പുരാട്ടി, അനാക്കോണ്ട, കിങ് കോബ്ര, മൂർഖൻ, കരിമൂർഖൻ,
ഇതെല്ലാം കിട്ടുന്ന സീരിയലല്ലേ? ഇതൊന്നും സീരിയൽ, ഇതൊക്കെ സിനിമകളാ. അത് ശരി. ഇതേ കഴിഞ്ഞ ആഴ്ച കണ്ട സീരിയൽ അപ്പൊ സിനിമയാക്കി. ഇതാണ് സിനിമാക്കാരുടെ കുഴപ്പം. വേലി കിടന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ച പോലെയായി സിനിമാക്കാരുടെ കുഴപ്പം. ഒരു നല്ല ഡയറക്ടർ മലയാള സിനിമയിൽ ഇല്ലല്ലേ? ചേട്ടൻ അങ്ങനെ പറയരുത്. മലയാളത്തിൽ കഴിവുള്ള ഒരുപാട് ഡയറക്ടർമാരുണ്ട്. എവിടെ? അങ്ങനെ പറയണ്ട. ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറെ പേര് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വള്ളി. വള്ളിയോ? വേണനാഗവള്ളി. ഓ, വേണനാഗവള്ളി. അപ്പൊ ഇഷ്ടപ്പെട്ട നടൻ നാഗാർജുനൻ. ഇഷ്ടപ്പെട്ട നടി നഗ്മ. മൊത്തം പുള്ളിയുടെ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ചേട്ടാ, ഒരാളെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ പാമ്പ് വിഷമുള്ള പാമ്പാണോ അതോ അല്ലാത്തതാണോ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അത് വളരെ നിസ്സാര പരിപാടിയാണ്. നിസ്സാരം. പാമ്പ് കടിയേറ്റ ഒരാളിനെ എന്റെ അടുത്തോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അയാളെ കടിച്ചത് വിഷമുള്ളതാണോ അതോ വിഷമില്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നിസ്സാര നിമിഷങ്ങളെ ഞാൻ എടുക്കാം. എങ്ങനെയാണെന്ന് പറയൂ. ആദ്യം കടിച്ചെടുത്ത് മുറിവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം പിന്നെ ഒരു ഒറ്റമൂലി പ്രയോഗം ഞാൻ അങ്ങ് നടത്തും. അതിന്റെ കൂടെ 7-8 മൂലി പറഞ്ഞ് മനസ്സിലായില്ലേ? അതായത് അയ്മോദകം, പച്ചകരിശി, വെള്ളക്കർപ്പൂരം, ജീരകനാല്, കാട്ടുജീരകം, കരിഞ്ചീരകം, പെരിഞ്ചീരകം, കറിക്കരയ്ക്കുന്ന ജീരകം എന്നിവയെല്ലാം കൂടെ അമ്മയിലിട്ട് 2 ഗ്നാപ്പ് ഗ്നാട്ടി ഗോമൂത്രത്തിൽ ചാലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് പൊത്തി കെട്ടിയതിന് ശേഷം 1, 2, 3 ഞാൻ 50 വരെ എണ്ണും. എന്നിട്ട് അവൻ കണ്ണു തുറന്നില്ലെങ്കിൽ വീണ്ടും 50 വരെ എണ്ണും. എന്നിട്ടും അവൻ കണ്ണു തുറന്നില്ലെങ്കിൽ വീണ്ടും ഒരു 50 വരെ എണ്ണും. എന്നിട്ടും അവൻ കണ്ണു തുറന്നില്ലെങ്കിൽ അവൻ തുറക്കണ്ടാവേ. അവനോട് ഇവിടെ ആരാ പറഞ്ഞു തുറക്കാൻ? ഇവിടെ അവന്റെ കാലം കഴിഞ്ഞു. അടിച്ചുപോയ കേസാ. അതാണല്ലേ, ഉഴപ്പിപ്പോവാണ്. കാര്യം ചോദിക്കട്ടെ, ഈ മനുഷ്യനെ കടിക്കുന്ന പാമ്പും കടിക്കാത്ത പാമ്പും ഉണ്ടെന്ന് പറയുന്നു, അതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? മനുഷ്യനെ കടിക്കാത്തതായിട്ട് നിലവിലുള്ളത് ഒരു 3 തരം പാമ്പുകളാണ്. ഒന്ന് വിവരിക്കാമോ? ഒന്ന് കുറിച്ചോട്ടെ. ഈ പടത്തിലൊക്കെ കാണുന്ന പാമ്പ്. പാടത്തല്ല, ഫോട്ടോയില് ഫ്ലെക്സിബിലൊക്കെ അടിച്ച് ഭയങ്കര ഫോട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് വൈറ്റില്ലാന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അപ്പൊ അവിടെ ഒരു ഭയങ്കര ബോർഡിൽ ഒരു ഭയങ്കര ഒരു മൂർഖൻ. ഓ, ആ പാമ്പിനെന്ന് കാണാം. എന്നെ കണ്ടിട്ട് അത് മൈൻഡ് ചെയ്തില്ല, അനങ്ങിയില്ലല്ലോ പാമ്പ്. അവിടെ നിന്നൊരു കക്ഷിയുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല. നല്ല മിടുക്ക ഒരു പാമ്പ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാ ബുദ്ധിയും ബോധവും ഇല്ലാത്ത, വിവരം ഇല്ലാത്ത പാമ്പ്. എന്ന് വെച്ചാ മുട്ടക്കകത്തിരിക്കും, ബിരിയാറായി, ബോധമില്ലല്ലേ. അതാരെയും ഇതുവരെ കടിച്ചിട്ടില്ല. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ചത്തുപോയ പാമ്പ്. അതാരെയും കടിക്കൂല. അങ്ങനെ ഒരു 4-5 വെറൈറ്റി പാമ്പുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഇനിയുള്ള കാലവും പാമ്പുകളുമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള പരിപാടിയാണല്ലേ? ആരാണ് അത്? അയൽവക്കത്തെ വാസുവാണോടാ? ഈ ബാസു എന്ന് പറഞ്ഞ ആരാ? ഈ നാട്ടിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനല്ലേ? ഇത് കുഞ്ഞു മനസ്സാണ്, കാണണമെന്ന്. വാസുവേ, അകത്തേക്ക് വാ മോനെ. കാലി കെട്ടില്ലേ? കുഞ്ഞു മനുഷ്യൻ വന്നിരിക്കുന്നതാണോ? പാമ്പിനെ വളർത്തുന്നത് എങ്ങനെ എനിക്ക് മനസ്സിലാണ്ട് ചോദിക്കാം. ഞാനിവിടെ ഇട്ട് വളർത്തുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കെട്ടിയിട്ട് വളർത്തിക്കണോ? ഇങ്ങോട്ട് നോക്കിയാ ഞാൻ പറയട്ടെ ചേട്ടാ, ഞാൻ പാടുന്ന പണിയും കഴിഞ്ഞ് വരുമ്പോ ഞാൻ പോലും കയറി കിടക്കാത്ത എന്റെ ഭാര്യയുടെ കൂടെ ചേട്ടന്റെ പാമ്പ് കയറി കിടക്കുന്നു. അതും പോരാനായിട്ട് എന്റെ കൊച്ചു കൊടുക്കാൻ പറ്റി 1.5 ലിറ്റർ പാലും കുടിച്ച് അവിടെ നിന്ന് മുട്ട തിന്നു പോയി. നിനക്ക് ആള് തെറ്റിയതാ. എന്റെ പാമ്പ് നിന്റെ പാടത്തേക്കൊന്നും വരത്തില്ല, അതിന് നല്ല വിവരമുണ്ട്. നല്ല വിവരമുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പാമ്പിനെ എന്തു കൊടുത്താലും വളർത്തിക്കോളാം. കെട്ടിയിട്ട് വളർത്താം. വാസു മോനെ, അയ്യോ ഇവൻ എത്ര ക്രൂരനായി മാറിയത്. കാണ്ടാമൃഗമായ ഞാൻ എന്താടേ കേൾക്കുന്നത്? നിനക്കിവിടെ എന്താ ഒരു കുറവ്? സമയം ഹോർലിക്സ്, ബോൺബിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ? നിനക്കിവിടെ എന്താ ഒരു കുറവ്? ദേ അയൽവക്കത്ത് പോയി അടിയും പഴക്കം ഉണ്ടാക്കരുതുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി വാ, ഒരു കിസ് തരാം. പാമ്പ് കടിച്ചു. എടാ, ഇത് ഒറിജിനൽ പാമ്പാടാ.